ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അയൽവാസികൾക്കും നാട്ടുകാർക്കും ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകർ ശ്രീ നീലകണ്ഠൻ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ആളെ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ആളെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മലയാളി ഇപ്പുറത്തേക്ക് എന്നാലേ അവിടെ നിന്ന് ബിരിയാണി കാണാൻ പറ്റും. മലയാളി ഈ സൈഡിൽ നിന്നാണ് ഇന്നലെ കൂടുതൽ ആളിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോകുന്നുണ്ട്. അറിയാതെ നിൽക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. നമ്മളുടെ പ്രദേശത്ത് അപ്രതീക്ഷിതമായി നാം ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത തീർത്തും ജനവിരുദ്ധമായൊരു പദ്ധതി നടപ്പിലാക്കപ്പെടാൻ പോകുന്നു എന്ന വേവലാതിയോടുകൂടി കുറച്ചധികം നാളുകളായി തുടർച്ചയായ ജനകീയ സമരത്തിലാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനവിഭാഗം. നാം ഒരു വികസനത്തിനെതിരായോ നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതിക്കെതിരായോ അല്ല. നിങ്ങൾ ഏതു പദ്ധതി നടപ്പിലാക്കുന്നു, ഏത് വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നു എന്നതല്ല, മറിച്ച് അത് എവിടെ നടപ്പിലാക്കപ്പെടുന്നു, അത് ആരെയെല്ലാം ഗൗരവകരമായി ബാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഡോഗ് ഷെൽട്ടറിനെതിരായി ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പരിപാടിയല്ല ഇത്. നാം ഈ ഗ്രാമപ്രദേശത്ത് ഈ ഒഴിഞ്ഞ പാടത്ത് തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലും സമീപവാസികളെല്ലാം ഒത്തുകൂടി വീണ്ടും ജനകീയമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് നടപ്പിലാക്കാം. ഡോഗ് ഷെൽട്ടറിൻ്റെ അനിവാര്യത, നിങ്ങൾ പറയുന്ന സുപ്രീം കോടതിയുടെ വിധി, അതിൻ്റെ നിയമപരമായ സമീപനങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് നടപ്പിലാക്കാം. പക്ഷേ നമ്മുടെ പ്രദേശത്ത് 1-ാം വാർഡിൽ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം പോലും വേണ്ടിവരില്ല നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഇനി വെള്ളം കയറാൻ. ഇങ്ങനെ ഒരു പ്രദേശത്ത് വേണ്ട എന്ന് സമീപനമാണ് ജനകീയ സമിതി 1-ാം വാർഡിൽ എടുത്തിട്ടുള്ളത്. ഇത് നിവേദനമായി നാം മുനിസിപ്പാലിറ്റിയെ സമീപിച്ചു, അപേക്ഷയായി സമീപിച്ചു. കൗൺസിലറുടെയും വൈസ് ചെയർപേഴ്സൻ്റെയും വീട്ടിൽ ചെന്ന് സംസാരിക്കുന്ന സ്ഥിതിയുണ്ടായി, പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി, സമരം സംഘടിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. നാട്ടിൽ ഇതിനോട് ഐക്യപ്പെടാകുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ഐക്യദാർഢ്യത്തോടു കൂടി നാം പല സമര സമീപനങ്ങളും എടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഇതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്നൊരു വ്യക്തതയിലേക്ക് ഇപ്പോഴും നഗരസഭാധികാരികൾ എത്തിയിട്ടില്ല. നാം തുടർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും സംസാരിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് കുറച്ചുകൂടി ഗൗരവകരമായി എത്തിക്കാൻ നോക്കൂ. ഇതിൻ്റെ ഗൗരവം കുറഞ്ഞു പോയി എന്നുള്ളതല്ല,
മറിച്ച് ചില വിഷയങ്ങളെ ആര് അഡ്രസ്സ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പതുക്കെ പറയാം, ഉറക്കെ പറയാം, വീണ്ടും ഉറക്കെ പറയാം, വീണ്ടും കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് മുഖത്തടിച്ചും സംസാരിക്കാം. പക്ഷേ അതാര് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് ഈ വിഷയത്തിൽ പൂർണ്ണമായും നമ്മുടെ പ്രദേശത്തോട് നമ്മൾ ഉയർത്തുന്ന ശരിയായ മുദ്രാവാക്യത്തിനോട് സമീപനത്തിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതിന് ഈ സമരത്തിന് പരിപൂർണമായും ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ സാറാണ്. 70കളിൽ 75കളിലൊക്കെ അദ്ദേഹം ഇവിടുത്തെ പൊതു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. നമ്മളും ഈ ചരിത്രമെല്ലാം നന്നായി മനസ്സിലാക്കുക പഠിക്കുക. ഇതേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ തുടർച്ചയായി പോകുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഈ നാടിനെ പറ്റി, സമൂഹത്തെപ്പറ്റി, ഗ്രാമത്തെപ്പറ്റി, നമ്മുടെ പ്രശ്നത്തെപ്പറ്റി സവിശേഷകരമായി തന്നെ അദ്ദേഹത്തിന് സൂചിപ്പിക്കാനാകും, പറയാനാകും. അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യത്തിനോട് ഈ പ്രദേശത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടിയുള്ള നന്ദി ആദ്യമേ അദ്ദേഹത്തിനോട് അറിയിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിനും നമ്മളോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിനും വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കൾ, നേരത്തെ നമ്മുടെ കൗൺസിലർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രദേശം വളരെ ചെറുപ്പം മുതൽ, ഒരുപക്ഷെ ഒരു 8 വയസ്സ് മുതൽ വള്ളിക്കാഞ്ഞിരം, കുമ്പൂത്തൽ, പള്ളിവേട്ടയ്ക്ക് വന്നിരുന്ന ഒരാളാണ്. വളരെ കാലം. കാരണം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളിൽ അന്ന് മുതൽ ഇടപെടുന്നുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇവിടെ സാമൂഹ്യ, രാഷ്ട്രീയ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ കുറേ കാലം ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം വളരെ നന്നായി അറിയാം. തൃശ്ശൂർ കോൾപ്പാടത്തിന്റെ എക്സ്റ്റൻഷനാണ് ഈ പ്രദേശം എന്നും അറിയാം. കരുവന്നൂർ പുഴയുടെ ആവാഹ പ്രദേശമാണ്. ഇവിടെ വീഴുന്ന വെള്ളം, അധികം വെള്ളമുണ്ടെങ്കിൽ അത് ചെന്ന് ചേരുന്നത് കരുവന്നൂർ പുഴയിലാണ് എന്നും അറിയാം. തീർച്ചയായും ഡോഗ് ഷെൽട്ടർ അല്ലെങ്കിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരം എന്നത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, ഇപ്പൊ ഞാൻ ജീവിക്കുന്ന തൃക്കാക്കര നഗരസഭയിൽ, അവിടെയും ഈ പ്രശ്നം ഉന്നയിച്ച് സമരങ്ങൾ നടന്നിട്ടുണ്ട്. തെരുവുനായയുടെ വിഷയം, ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. തീർച്ചയായും ഗുരുതരമായൊരു വിഷയമാണ്. അത് പരിഹരിക്കപ്പെടണം എന്ന് ഇവിടെ നിൽക്കുന്നവരും ആഗ്രഹിക്കും. കാരണം നമ്മളും രാവിലെ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങിയാൽ തെരുവുനായ നമ്മളെയും ആക്രമിക്കും, കുട്ടികളെ ആക്രമിക്കും. അതുകൊണ്ടാണ് അത് വലിയൊരു വിഷയമായത്. അത് സുപ്രീം കോടതി വരെ പോയത്. സുപ്രീം കോടതി തന്നെ വളരെ കർശനമായ രീതിയിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു. അതിന് ഒരു പരിഹാരമാണ് ഡോഗ് ഷെൽട്ടർ. ABC തുടങ്ങിയ മറ്റു പരിഹാരങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ പ്രദേശത്ത് ഒരു ഡോഗ് ഷെൽട്ടർ, ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഒരു ഡോഗ് ഷെൽട്ടർ വേണമെന്ന് നഗരസഭ തീരുമാനിച്ചതിലും തെറ്റില്ല. നേരത്തെ കൗൺസിലർ പറഞ്ഞു അത് അത്യാവശ്യമാണ്. എല്ലാ വാർഡിലുമുള്ള ഇതുപോലെ അരിഞ്ഞു തിരിയുന്ന നായകളെ ഒരു ഷെൽട്ടറിൽ താമസിപ്പിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ, അതിലും ചില ശാസ്ത്രീയ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു പരിഹാരം എന്നത് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. പക്ഷെ അത് എവിടെയാവാം, അതാണ് ചോദ്യം. എവിടെയാവാം, എവിടെ ആയിക്കൂടാ? ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥ. നമ്മൾ ഇന്നലെ വയനാട്ടിലെ ദുരന്തം നമ്മൾ കണ്ടു, ഇതിനു മുമ്പ് കണ്ടു. ലോകത്തിന്റെ പല ഭാഗത്തും, ഇവിടെ മാത്രമൊന്നും, ലോകത്തിന്റെ പല ഭാഗത്തും അത് ഉരുൾപൊട്ടലായി, പ്രളയമായും, വരൾച്ചയായും ഒക്കെ തന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു ഭീഷണി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമ്മൾ ഏത് തരം പ്രകൃതിയിലുള്ള ഇടപെടലും, പ്രകൃതിയിൽ നമ്മൾ ഇടപെടാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇടപെടുന്നത് വളരെ സൂക്ഷ്മതയോടെ വേണമെന്ന് എല്ലാവരും അംഗീകരിച്ച ഒരു കാലമാണ്. ഇനിയിപ്പോ നമുക്ക് തോന്നിയ പോലെ എന്തും ചെയ്യാൻ പറ്റില്ല. ഈ പ്രദേശം നേരത്തെ പറഞ്ഞു, ഇവിടെ വലിയ തോതിൽ ജലമുയരുന്ന ഒരു സ്ഥലം, വെള്ളം പൊന്നുന്ന ഒരു സ്ഥലമാണ്, പാടത്തിനോട് ചേർന്നുള്ള സ്ഥലം.
അങ്ങനെ വെള്ളം വളരെ ഉയരത്തിൽ വരുന്ന ഒരു സ്ഥലത്ത് ഡോഗ് ഷെൽട്ടർ എന്ന ആശയം തന്നെ എങ്ങനെ വന്നു എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം വെള്ളം ഇത്ര ഉയരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നായകൾ, അവരും ജീവികളാണല്ലോ, വെള്ളത്തിൽ എങ്ങനെയാണ് നായക്ക് ജീവിക്കാൻ പറ്റുക? അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതുവഴി പൊക്കുമായിരിക്കും. ഞാൻ ചെയ്യാൻ പോണത് ഇത് പൊക്കി കുറെ മണ്ണിട്ട് പൊക്കലാണ്. അതിന്റെ ദുരന്തം എന്താ? അതിന്റെ ദുരന്തം എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് വെള്ളം കൂടും, വെള്ളത്തിന്റെ ലെവൽ കൂടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചപ്പെട്ടു, ഈ എത്ര നായ വരും നമുക്കറിയില്ല, ഒരു 100 200 ഒക്കെ വരാം ഒരു ഘട്ടത്തിൽ. അങ്ങനെ വന്നാൽ ഈ നായകളുടെ അവരുടെ വിസർജ്യം, അവരുടെ അവശിഷ്ടങ്ങൾ, അവരുടെ തീറ്റയുടെ ബാക്കി ഉണ്ടാവും, അവരുടെ വിസർജ്യങ്ങൾ ഉണ്ടാവും, അതെല്ലാം എങ്ങോട്ട് പോകും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും വെള്ളം കയറിയാൽ അതല്ല, വെള്ളത്തിൽ കയറി പോകും, വേറെ എവിടെയും പോകാനുള്ള ഒരു വഴിയില്ല. അത്രയും മാലിന്യങ്ങൾ ഈ വെള്ളത്തിൽ കലർന്നാൽ ഇതിന് ചുറ്റും ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താവും? നമ്മുടെ കിണറുകളുടെ അവസ്ഥ എന്താവും? പുഴയുടെ പോലും മാലിന്യം, പുഴയിലേക്ക് പോലും വലിയ തോതിൽ മാലിന്യം വരുന്ന തരത്തിലാണ് ഇതുണ്ടാവുക എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അതിനെതിരായോ സംസാരിക്കുന്ന ആളല്ല. എനിക്കിതിന്റെ രാഷ്ട്രീയവും ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയവും എനിക്കറിയില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഏത് പാർട്ടിയായാലും ഇവിടെ ഇങ്ങനെ തെറ്റായൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു വികസനമെന്നോ അല്ലെങ്കിൽ ഒരു സംരക്ഷണമെന്നോ പറയാം, വികസനമെന്നും മുഴുവൻ പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു സംരക്ഷണം, ഒരു സുരക്ഷാ പദ്ധതി കൊണ്ടുവരുമ്പോൾ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ആലോചിക്കണം. കാരണം ഇതിവിടെയാണോ വേണ്ടത്? ഇതിനേക്കാൾ നല്ല സ്ഥലം കിട്ടുമോ? ഇതിനേക്കാൾ ഇതിവിടെ വന്നാൽ ആർക്കൊക്കെ ദോഷമുണ്ടാവും, ആർക്കൊക്കെ ഗുണമുണ്ടാവും, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതുകൊണ്ട് ഗുണം വേറെ ഒന്നും നായകൾക്കുള്ളൂ. നമുക്ക് മനുഷ്യർക്ക് ഇല്ലെങ്കിൽ പോലും നായകൾക്ക് ഗുണമുണ്ടായാലും കൊടുക്കും, നായകൾക്ക് ഗുണമുണ്ടായി കൊടുക്കും. പക്ഷേ അത് മനുഷ്യർക്ക് ദ്രോഹകരമാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നമുക്കറിയാം, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതാണ്. ഏറ്റവും ദുർബലനായ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യരുത്, എന്ത് വികസനമായാലും വേറെ എത്ര പേർക്ക് ഗുണമുണ്ടായാലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്യം തന്നെയാണ് അതിൽ പ്രധാനം. ഇവിടെയും എനിക്ക് തോന്നുന്നു കൗൺസിലർ ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഒരു കാര്യം, എന്റെ കാലത്ത് ഞാൻ കുറെ പദ്ധതികൾ കൊണ്ടുവന്നു എന്ന് പറയൽ, ഞാൻ എൻ്റെ കൂടെ ഒരു കൗൺസിലർ ഉണ്ട്, അദ്ദേഹത്തിനായാലും അത് തന്നെ നാളെ അടുത്ത തെരഞ്ഞെടുപ്പിന് പറയേണ്ടി വരും. ഞാൻ ഇന്ന പ്രോജക്റ്റ് എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ വാർഡിൽ കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ അഭിമാനകരമായ ഒരു പദ്ധതിയാണോ ഇത് എന്ന് കൗൺസിലർ ആലോചിക്കണം. കാരണം നാളെ ഈ പ്രദേശത്തുകാർക്ക് വല്ലാത്ത പ്രതിസന്ധി വന്നാൽ അവരെല്ലാവരും ഇതിനെതിരാവും. മാത്രമല്ല, വെള്ളം കയറി തുടങ്ങിയാൽ ഡോഗ് ഷെൽട്ടർ ഇവിടുന്ന് മാറ്റേണ്ടി വരും. അപ്പൊ വേറെ സ്ഥലം കൂടി കണ്ടെത്തേണ്ടി വരും ഡോഗ് ഷെൽട്ടർ. അതാണ് പ്രധാന പ്രശ്നം. ഇത് മാത്രം മതിയാവില്ല. അപ്പൊ ആ സ്ഥലം മാത്രം പോരെ, വെള്ളം കയറാത്തൊരു സ്ഥലം മാത്രം പോരെ ഇത് സാധാരണ മനുഷ്യൻ ചോദിച്ചാൽ നമ്മുടെ യുക്തി അതാണ്. അപ്പോൾ വെള്ളം കയറുന്ന ഒരു സ്ഥലത്ത് ജലം മലിനീകരിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാന പ്രശ്നം, നിയമപ്രശ്നം കൂടിയുണ്ട്. പൊതുജല സ്രോതസ്സുകൾ മലിനീകരിക്കരുത് എന്ന് നമ്മൾ നിയമം ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 50 കൊല്ലം കഴിഞ്ഞു. വാട്ടർ ആക്ട് ഉണ്ട്. വാട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി നിയമങ്ങളിൽ ഒന്നാണ്, വന നിയമം കഴിഞ്ഞാൽ. അതിൽ പറയുന്നത് പൊതുജല സ്രോതസ്സുകൾ മലിനമാക്കുന്നത്, ഇപ്പൊ അത് കുറെ കൂടി ആക്കിയിട്ടുണ്ട്, ക്രിമിനൽ കുറ്റമാണ്. നായകൾക്കെതിരെ നമുക്ക് ചാർജ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനവിടെ നായയെ കൊണ്ട് കിട്ടുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഡോഗ് ഷെൽട്ടർ ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ ചാർജ് എടുക്കേണ്ടി വരും, കുറ്റം പറ്റിട്ട്. അപ്പൊ അവസാനം ഒരു ക്രിമിനൽ കേസിലും കൂടി കൗൺസിലർ പ്രതിയാവരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കാരണം അങ്ങനെ ഒരു വാശിയൊന്നും ഇക്കാര്യത്തിൽ ആവശ്യമില്ല. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പിലോ കക്ഷി രാഷ്ട്രീയത്തിലോ ഒക്കെ വാശി വൈരാഗ്യമൊക്കെ ആവാം. പക്ഷേ ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ പരിഗണിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത്തരം വാശിയിൽ നിന്ന് അത്തരം ഒരു കൗൺസിലർ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നവർ ഇവിടുത്തെ വൈസ് ചെയർപേഴ്സണാണ്, വൈസ് ചെയർപേഴ്സൺ കൂടിയായ ഒരു കൗൺസിലർ. കാരണം അവർക്ക് മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ ഉത്തരവാദിത്വം. നാളെ ഇതേ പ്രശ്നം വേറൊരു വാർഡിൽ വന്നാൽ അവര് ചിലപ്പോൾ ഇതിനെതിരായി നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് തീർച്ചയായും നഗരസഭയ്ക്ക് കൃത്യമായി ആലോചിച്ച്, ഇരിങ്ങാലക്കുട നഗരസഭ വലിയ നഗരസഭയാണ്. എനിക്ക് നഗരസഭ അറിയാൻ പൊറത്തിശ്ശേരി പഞ്ചായത്തായിരുന്ന കാലത്താണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണത് നഗരസഭയുടെ ഭാഗമാകുന്നത്. തീർച്ചയായും ഈ നഗരസഭയ്ക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. കാരണം നായക്ക് രാഷ്ട്രീയമില്ല. നായ ആരെ കടിക്കുന്നതെന്ന് നായ രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നുമല്ല ആളെ കടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നായയുടെ പ്രശ്നം വളരെ ഗൗരവതരമായി എടുക്കണം. പക്ഷെ അതുപോലെ തന്നെയോ അതിനേക്കാളോ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നം എടുക്കണം. അവസാനമായി
ഇവിടെ ഇത് തൊട്ടടുത്താണ് വള്ളിക്കാഞ്ഞിരം എന്ന് പറയുന്ന ആൽ നിൽക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾക്ക് സ്ഥിരം എല്ലാ വർഷവും എന്ന പോലെ ഇവിടെ വരാറുള്ള സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം മലിനമാക്കേണ്ടതുണ്ടോ എന്നും അവിടേക്ക് പോകുമ്പോഴൊക്കെ ഇതെവിടെയൊക്കെ ചളിയും വെള്ളവും അതുപോലെ നായയുടെ അവശിഷ്ടങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു നല്ല കാര്യമല്ല. കാരണം പിന്നെ അതിന്റെ പേരിലായിരിക്കും നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവുക. അതും ഉണ്ടാവരുത്. ഞാൻ അതാണ് പറയുന്നത്. അത് പിന്നെ ഒരു വിഷയമാകരുത്. അതുകൊണ്ട് തന്നെ എല്ലാം പരിഗണിച്ച് തീർച്ചയായും നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ, ഞാനിപ്പോൾ ഡാറ്റാ ബാങ്ക് നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ തണ്ണീർത്തടമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അത് കൺവെർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അതിൽ പ്രശ്നമുണ്ട്. അപ്പൊ കൺവെർട്ട് ചെയ്യാൻ തന്നെ അത് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൺവെർട്ട് ചെയ്യണോ? നമ്മൾ ഒരുപക്ഷെ 5 സെന്റ് വീട് വെക്കാൻ 5 സെന്റ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അങ്ങനെ ചില ഇളവുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് അത് കൺവെർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം അല്ലെങ്കിൽ തന്നെ നെൽവയലും തണ്ണീർത്തോടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴ കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് അതിന്റെ കുറവ് നമുക്ക് പ്രളയമായിട്ടാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത് പല സ്ഥലത്തും. അതുകൊണ്ട് ഈ കോൾപ്പാടം എന്ന് കൂടി പറയാവുന്ന, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാവുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഞാൻ അതിന്റെ ഡിസൈനോ അതിന്റെ ഇതൊന്നും കണ്ടിട്ടില്ല, എങ്ങനെയാണ് അവർ നിർമ്മിക്കാൻ പോണെന്ന് പറയില്ല. ഏതായാലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ വീഴുമെന്നത് കൊണ്ട് തന്നെ അത് ഇവിടുന്ന് ഒഴിവാക്കണം എന്നാണ് ജനങ്ങളുടെ മുഴുവൻ ആവശ്യം. അതിന് ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണവും നടന്നൊരു നാട്ടിൽ ഏതെങ്കിലും ഒരു പദ്ധതി വരുമ്പോൾ അവിടുത്തെ വാർഡ് സഭ അതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് ഒരു പങ്കുണ്ട്. അത് വാർഡ് സഭ വിളിച്ചുകൂട്ടി ജനങ്ങളുടെ ഈ അഭിപ്രായം ബഹുമാനപ്പെട്ട മെമ്പർ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ കേൾക്കണം. അങ്ങനെ കേട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. ആ കണക്കിൽ തീർച്ചയായും ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ സ്ഥലം ഒഴിവാക്കി, തണ്ണീർത്തടങ്ങൾ ഒഴിവാക്കി, ഈ നാട്ടിലെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ വേണ്ട ശ്രമങ്ങൾ ഉണ്ടാകണം. അത് നിങ്ങൾ എല്ലാവരും അത് സഹകരിക്കണം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കക്ഷി രാഷ്ട്രീയ ജാതി മത പരിഗണനകളൊന്നും ഇതിലുണ്ടാകരുത്. അങ്ങനെ ഒരു വാശിയും ഇതിൽ ആവശ്യമില്ല എന്ന് ആ കൗൺസിലറോട് വളരെ സ്നേഹപൂർവ്വം, കാരണം ജനപ്രതിനിധികളെ വലിയ ബഹുമാനമുള്ള ആളാണ്, ജനപ്രതിനിധിയോട് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇത്തരത്തിൽ കളക്ടർ തലത്തിലുള്ള ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. എന്താ ഇതിന്റെ ലീഗൽ നിയമപരമായ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ടെൻഡർ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്നും കുഴപ്പമില്ല, അത് ഇവിടെ തന്നെ വേണമെന്നില്ല. ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം ഫൈനലൈസ് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള ഇതുണ്ടാകട്ടെ, നടക്കട്ടെ. നിങ്ങൾ ഈ മഴയത്തും ഇത്ര ആളുകൾ വന്നതിൽ നിന്ന് തന്നെ ഇതിന്റെ ഗൗരവം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും. അത് കൗൺസിലർക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഞാനൊരു നാട്ടുകാരനെന്ന നിലയ്ക്ക് അതാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ പരിമിതമായ പാരിസ്ഥിതികവും സാമൂഹികവുമായ അറിവ് വെച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇനി ഇതിന് ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രസ്ഥാനങ്ങളുടെയോ ആളുകളുടെയോ പിന്തുണ ആവശ്യമാണെങ്കിൽ അതും നമുക്ക് എത്തിക്കാം. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇത് ന്യായമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളെല്ലാം ചേർന്ന് ഈ ചെറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വളരെ തിരക്കിനിടയിലും നമ്മളെ പ്രശ്നം ഗൗരവമാണെന്ന് കണ്ടുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്ത നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ നീലേന്ദ്രൻ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു.